നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെയുള്ള ഐറ്റംസ് തന്നെയാണ്. മിക്കവരുടെയും വീടുകളിൽ ഈ പറയുന്ന ഐറ്റംസൊക്കെ ഉണ്ടാവില്ലേ, ഗോതമ്പ് പൊടി, അതുപോലെ ഇതിനായിട്ട് ഒരു കൈപ്പിടി തേങ്ങ ചിരകിയത്, കുറച്ച് ജീരകം, ശർക്കര, അതുപോലെ ഇത് മിക്സ് ചെയ്യുന്നതിനാവശ്യമായിട്ട് കുറച്ച് പാല്, പിന്നെ വെള്ളം, വാഴയില, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അല്ല, ഈ റെസിപ്പിയുടെ പേര് പറഞ്ഞില്ലല്ലോ, ഓട്ടട എന്നാണ് ഇവിടെയൊക്കെ ഇതിനെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിന് പറയുക എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. പണ്ട് കാലത്ത് അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിരം ഒരു 4 മണി പലഹാരം തന്നെയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ, കുട്ടികൾക്കൊക്കെ നമുക്ക് വൈകിട്ട് 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാല് ആഡ് ചെയ്യുന്നത് തികച്ചും ഓപ്ഷണലാണ്. പാല് അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ അട ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ ആ മാവ് കുറച്ച് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് കേട്ടോ പാല് ചേർത്തത്. നിർബന്ധമില്ല. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നു. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും അത് വെള്ളം ഉപയോഗിച്ച് കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തി മാവിനേക്കാൾ ഒരു കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുഴച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരാറായി, കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈ എണ്ണ പലഹാരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ വീട്ടിലൊക്കെ വെക്കേഷന് പോയി നിൽക്കുമ്പോൾ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പലഹാരമാണിത്. പക്ഷേ അന്നൊക്കെ മുത്തശ്ശി ഉണ്ടാക്കി തരുന്നതിൻ്റെ ഒന്നും ടേസ്റ്റ് ഞാൻ പിന്നീട് എത്ര ഇതുണ്ടാക്കിയാലും ആ ഒരു രുചി, അന്നത്തെ ഒരു രുചി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ആ ഒരു മാവ് നമ്മൾ കുഴച്ചവിടെ വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി നമുക്ക് ചേർക്കാം. അതുപോലെ ഏലക്കയില്ലേ, ഏലക്കയോ അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി, അതൊക്കെ നമുക്ക് ഓരോന്ന് ടേസ്റ്റിന് വേണ്ടി അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് ഷുഗർ ആഡ് ചെയ്യാം. കൈകൊണ്ട് ജസ്റ്റ് അതൊന്ന് തിരുമ്മി വയ്ക്കുക. ഇനി ഏലക്ക, ജീരകം ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വെറുതെ ഈ പറയുന്ന ശർക്കരയും തേങ്ങയും മാത്രം മതി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ഫില്ലിങ് റെഡിയാക്കാൻ കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ഉരുളകളാക്കി ഒന്ന് ജസ്റ്റ് അതൊന്ന് കയ്യിൽ വെച്ച് പരത്തി നമ്മൾ ഇലയിൽ അത് പരത്തിയെടുക്കുക. അടയൊക്കെ പരത്തില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ കൈ ജസ്റ്റ് നമ്മളൊന്ന് ആ വെള്ളത്തിലൊന്ന് മുക്കി നനച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് പരത്തുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ട് അതൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ്, അത് കുട്ടികൾക്ക് എന്നല്ല കേട്ടോ, എപ്പോഴും പറയുമ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയെന്നല്ല, വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അതുപോലെ ഹെൽത്തിയാണ് കുറച്ചുകൂടി. അപ്പം നമുക്ക് ഫില്ലിങ്ങിൽ മധുരം ഓരോരുത്തർക്ക് വേണ്ടതനുസരിച്ചിട്ട് അത് മുഴുവനായിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് അടയൊക്കെ നമ്മൾ വേവിച്ചെടുക്കണം, ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതുപോലെയല്ല, അതുപോലെ തന്നെ നമ്മൾ പരത്തുന്നു, മടക്കുന്നു, എന്നിട്ട് നമ്മളതൊന്ന് ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓട്ടട റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചടേന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒട്ടും തന്നെ സമയം വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മാത്രമാണ് കേട്ടോ ചുട്ടെടുക്കുന്നുള്ളൂ. അതിനായിട്ട് ജസ്റ്റ് ആ ഒരു ഫ്രൈ പാനിൽ നമ്മൾ വെച്ച് ദോശക്കല്ലിൽ ഒന്ന് ചുട്ടെടുക്കുകയാണ്. 2 സൈഡും ഒന്ന് വെന്ത് കിട്ടണം. അപ്പം നമുക്കിതിങ്ങനെ വേവുമ്പോഴേക്കും ആ ഒരു അകത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അതിൽ ആ ശർക്കര മെൽറ്റായിട്ട് ആ നാളികേരവുമായിട്ട് മിക്സായിട്ട് വരും. അതുപോലെ തന്നെ ആ ഗോതമ്പ് മാവ് ഒന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും. ഇത്രയേ ഉള്ളൂ, ഓട്ടട റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റെസിപ്പി ആരെങ്കിലും ഇനി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമാകും. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന്
സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഓട്ടടയുടെ റെസിപ്പി. താങ്ക്